സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് കാസർഗോഡ് തുടക്കമായിരിക്കുന്നു. കാഞ്ഞങ്ങാട് ദുർഗാ സ്കൂളിൽ നിന്നാണ് സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം തുടങ്ങിയത്. ജനുവരി 3-ന് സ്വർണ്ണക്കപ്പ് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന തിരുവനന്തപുരത്ത് എത്തും. അരുൺ പാറക്കൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, അങ്ങനെ സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം തുടങ്ങിയിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഏവരെയും മോഹിപ്പിക്കുന്ന കപ്പ്, ആഗ്രഹിക്കുന്ന കപ്പ് ഇതാ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഈ സ്വർണ്ണക്കപ്പിൻ്റെ പ്രയാണം ഇന്നിപ്പോൾ ആരംഭിക്കുക. രാവിലെ 8 മണിയോടുകൂടിയായിരുന്നു പ്രയാണം ആരംഭിക്കുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ 8:30 ആയിരിക്കുന്നു. 8:30-ക്ക് ഈ വേദിയിലേക്ക്, അതായത് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലേക്ക് സ്വർണ്ണക്കപ്പ് എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് പ്രയാണം ആരംഭിക്കും. ഇന്നിപ്പോൾ 3 ജില്ലകളിലാണ് ഈ സ്വർണ്ണക്കപ്പ് പ്രയാണം നടത്തുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് 4 ജില്ലകളിലായി പ്രയാണം നടത്തും. കോഴിക്കോടായിരിക്കും ഇന്നിപ്പോൾ സ്വർണ്ണക്കപ്പിൻ്റെ പ്രയാണം അവസാനിപ്പിക്കുക. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ഏവരെയും മോഹിപ്പിക്കുന്ന കപ്പ് അത് ഇവിടെ ഈ വേദിയിൽ, പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ മുൻപിൽ പ്രദർശിപ്പിക്കുന്ന ആ ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉന്മേഷ്, 1987-ലാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഈ സ്വർണ്ണക്കപ്പിൻ്റെ ഒരു ആദ്യഘട്ടത്തിലുള്ള ഒരു തുടക്കം. വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് ഈ ആശയം പങ്കുവെച്ച, സ്വർണ്ണക്കപ്പ് എന്ന ആശയം പങ്കുവെച്ച, സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണക്കപ്പ് നൽകണമെന്നൊരു ആശയം പങ്കുവെച്ചത്. ഇപ്പോൾ ഈ പരിപാടി ഇവിടെ ആരംഭിക്കുകയായി. ഇവിടെ ഈ പൊതുപരിപാടിക്ക് ശേഷമായിരിക്കും സ്വർണ്ണക്കപ്പ് പ്രയാണം ആരംഭിക്കുക. ഉന്മേഷ്, ശരി. അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം ആരംഭിക്കാൻ പോവുകയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗാ സ്കൂളിൽ നിന്ന്.